നമസ്കാരം. ഇന്ന് പടവുകളിൽ നമ്മോടൊപ്പം ചേരുന്നത് കഴിഞ്ഞ 14 വർഷമായി മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമായ ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിൽ രാമായണ പാരായണം നടത്തുന്ന റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശ്രീ കാവുവട്ടം രാജഭവൻ രാജഗോപാലൻ സാറാണ് ഇന്ന് പടവുകളിൽ അതിഥിയായി എത്തിയിട്ടുള്ളത്. രാജഗോപാലൻ സാറിന് പടവുകളിലേക്ക് സ്വാഗതം. സാറേ നമസ്കാരം. നമസ്കാരം. നമുക്ക് നേരിട്ടിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാം സാറിനോട്. ഈ രാമായണ മാസത്തിൽ ഇപ്പോൾ 14 വർഷമായിട്ട് അങ്ങ് അയ്യപ്പൻകാവിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുക, പാരായണം ചെയ്തുകൊണ്ടിരിക്കുക. എന്താ അതിൻ്റെ സംഗതികൾ? രാമായണം കർക്കിടക മാസത്തിൽ ഞാൻ ഇവിടെ ചെപ്പശ്ശേരി വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ പഴയ നാട്ടിൽ ശിവക്ഷേത്രത്തിൽ അമ്മയുടെ കൂടെ രാമായണം വായിച്ച് ആണ് ഞാൻ പഠിച്ചു വന്നത്. അങ്ങനെ അമ്മയുടെ മരണശേഷം ഞാൻ ശിവക്ഷേത്രത്തിൽ സ്വന്തമായി വായിക്കാൻ തുടങ്ങി. അവിടെ ഇങ്ങോട്ട് താമസം മാറ്റി കാവുവട്ടത്തേക്ക് താമസം മാറ്റിയതിന് ശേഷം അയ്യപ്പൻകാവിൽ വരികയും അന്ന് നിലവിലുള്ള മാനേജർ എന്നോട് രാമായണം വായിക്കാൻ പറ്റില്ലേ, കർക്കിടക മാസം നമുക്ക് വായിക്കാമെന്ന് പറഞ്ഞു. അതിന് അന്നത്തെ മാനേജർ തൊട്ട് കാവിലുള്ള അയ്യപ്പൻകാവിലുള്ള എല്ലാവരും അതിനെല്ലാ സഹായ സാധനങ്ങളും ചെയ്തു തരുന്നുണ്ട്. ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം ബോർഡ് എല്ലാ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. എല്ലാ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സൗകര്യവും കർക്കിടക മാസം 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ കൃത്യമായി രാവിലെ 8 മണി മുതൽ 10 മണി വരെ കൃത്യമായി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ അവരുടെ സൗകര്യപ്രദമായ ക്ഷേത്രത്തിനും ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന സൗകര്യപ്രദമായ ഒരു ദിവസത്തെ ശ്രീരാമ സഹസ്രനാമ അഷ്ടോത്തരി വിളക്ക് പൂജ ആയിട്ട് 1.5 മണിക്കൂർ സമയം നടത്താറുണ്ട്. ഈ ശ്രീരാമ വിളക്ക് പൂജ അഷ്ടോത്തരി നടത്തുന്നുണ്ട്. എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും പങ്കെടുക്കാം. അയ്യപ്പൻകാവിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് ശ്രീരാമ സഹസ്രനാമ അഷ്ടോത്തരി. അത് വിളക്ക് പൂജയായിട്ടാണ് നടത്തുന്നത്. അതിന്റെ നേതൃത്വം വഹിക്കുന്നത് രാജേട്ടനാണ്. അങ്ങനെ അതും നടത്തുന്നുണ്ട്. പിന്നെ ഇതിപ്പം ഞാൻ മാത്രം വായിക്കാനാണ് നിശ്ചയം വായിക്കുന്നത്. അപ്പം മറ്റുള്ള ഭക്തജനങ്ങൾക്കും വായിക്കാൻ ഒരവസരം എൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഒരു സമ്പൂർണ്ണ രാമായണ ഒരു ദിവസം 12 മണിക്കൂർ സ്ഥിരമായിട്ട് വായിക്കണം. അതിൽ വായിക്കാൻ താല്പര്യമുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും പങ്കെടുക്കാം. അതെന്നാണുള്ളത്? അതിപ്പോൾ ഈ വർഷം ബുധനാഴ്ച, ഈ വരുന്ന ബുധനാഴ്ച രാവിലെ അയ്യപ്പൻകാവിൽ സമ്പൂർണ്ണ പാരായണം എല്ലാ ഭക്തന്മാർക്കും പങ്കെടുക്കാൻ പറ്റും. അത് ഞാൻ തുടങ്ങി വയ്ക്കും. അതിൻ്റെ ഇടയിൽ വായിച്ച് എന്നാലും ആ സമ്പൂർണ്ണമായിട്ട് തീർക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഭഗവാൻ ശ്രീരാമൻ ഒരു മാതൃകാ പുരുഷോത്തമനാണ്. അതെ, മാതൃകാ പുരുഷോത്തമനാണ്. ഒരു മകൻ്റെ പുത്രൻ്റെ ധർമ്മം എന്താണെന്ന് നമുക്ക് ജീവിതത്തിൽ കാണിച്ചു തരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടി രാജവാഴ്ചയ്ക്ക് തയ്യാറെടുത്ത് രാജാവായി വാഴിക്കുന്നതിന് മുന്നം അച്ഛൻ്റെ പ്രതിജ്ഞയ്ക്ക് മുന്നിൽ അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ആ രാജഭാരം ഒഴിവാക്കി കാട്ടിലേക്ക് പോകാൻ സ്വയം സന്നദ്ധനായി. അപ്പോൾ അതുകൊണ്ട് അച്ഛന് വേണ്ടി എന്തും ചെയ്യാൻ ധരിക്കുന്ന ഒരു പുത്രൻ. അച്ഛനോട് ഏറെ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിച്ച ഒരു വിശ്വപൗരൻ. അതെ, അച്ഛൻ്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് എന്തും ഞാൻ ചെയ്യും, അച്ഛന് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടിയാണ് കാട്ടിലേക്ക് പോയത്. പിന്നെ ഒരു ഉത്തമ സഹോദരനാണ് ലക്ഷ്മണൻ കൂടെ വന്നു. പിന്നെ ഭരതൻ രാജ്യം വിട്ടപ്പോൾ ശ്രീരാമൻ്റെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഞാൻ വരുന്നവരെ നീ രാജ്യം ഭരിക്കണം. അപ്പോൾ പാതുകം, അത് രാജ്യം സിംഹാസനത്തിൽ ഞാനിരിക്കാൻ തയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ ഇതിൽ വെച്ച് ഒരു പാതുകം, അത് ജ്യേഷ്ഠൻ്റെ ഇതാണ് എന്നുള്ള ധ്യാനത്തിൽ കൂടെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചു ഭരതൻ. പിന്നെ ഒരു ഉത്തമ ഭർത്താവാണ്. കാരണം സീതാദേവിക്ക് എല്ലാ ഇതുണ്ടെങ്കിലും ഒപ്പം സീതയ്ക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു ഭർത്താവ് എന്ന നിലയ്ക്കും അദ്ദേഹം പ്രതിപുരുഷനാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞു വന്ന ഒരു ഉത്തമ ഭരണാധികാരി ആണ് എന്ന നാട്ടിൽ
ജാതി ഭരണത്തിൽ വന്നു. ഇതിൻ്റെ ഇടയിൽ ചില അപവാദങ്ങൾ വന്നപ്പോൾ സ്വന്തം ഭാര്യയെ നാട്ടിൽ ഏത് ഭരണകർത്താവും പ്രജകൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തയ്യാറുള്ള ഒരു രാജാവ്, ആ രാജാവ് അവിടുത്തെ പ്രജകൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാതികളുണ്ടെങ്കിൽ അത് തീർത്ത് അതിന് നല്ലൊരു ഭരണാധികാരി ആവണമെങ്കിൽ സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കാനും കൂടി തയ്യാറായി. ഭഗവാൻ ശ്രീരാമൻ സ്വന്തം ഭാര്യയെ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ലക്ഷ്മണന്റെ കൂടെ ആ യാത്ര ഒന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മളെ ഒരു കാട്ടിൽ പോകുന്നതൊക്കെ അതായത് ഒരു അലക്കുകാരൻ, അതെ, ഇവര് രാജ്യത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഭരണം എങ്ങനെ ഉണ്ട് എന്നുള്ള ഒരു അന്വേഷണമായിട്ട് അങ്ങനെ നടക്കേണ്ട സമയത്ത് മന്ത്രിയോട് ചോദിച്ചു, എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ഭരണം, ആർക്കും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സൽഭരണമാണോ എന്ന് ചോദിച്ചു. അതെ, സൽഭരണമാണോ. അതിൽ അപ്പോഴാണ് മന്ത്രി പറയുന്നത്, ഇങ്ങനെ പോകുന്ന സമയത്ത് പ്രജകൾക്ക് ഒരു കിംവദന്തി ഉണ്ട്. എന്താ വെച്ചാൽ രാവണൻ്റെ അരികത്ത് കുറച്ചു കാലം ജീവിച്ച ഒരു സ്ത്രീയാണ് ശ്രീരാമൻ വീണ്ടും ഭാര്യയായിട്ട് വീണ്ടും ഇത് ചെയ്ത്. അതൊരു മോശമായ പാതിവൃത്യത്തിന്റെ ഏറ്റവും മകുടോദാഹരണമാണ് സീത. പാതിവൃത്യത്തിന്റെ സീതയാണ്, അഗ്നിയിൽ ചാടിയിട്ടാണ് വന്നത്. പക്ഷെ എങ്കിലും ശുദ്ധി വരുത്തിയവളാണ്. അതെ, അതെല്ലാമാണെങ്കിലും പ്രജകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്തം രാജാവിനാണ്. അപ്പോ പ്രജകളുടെ താല്പര്യാർത്ഥമാണ് അങ്ങനെ അല്ലേ? അതെ, പ്രജകളുടെ താല്പര്യമാണ്. പ്രജകൾക്ക് ഇങ്ങനെ ഒരു കിംവദന്തി നാട്ടിൽ പരന്നു. അപ്പോൾ ആ കിംവദന്തിയെ ഒഴിവാക്കാൻ ആണ് സ്വന്തം ഭാര്യയെ കാട്ടിൽ കൊണ്ടുപോയി ഇത് ചെയ്യുന്നത്. അതെല്ലാം ഇതിൻ്റെതായിട്ടുള്ള ചില അർത്ഥപുരാണങ്ങൾ കൊണ്ടുവരുന്നതാണ്. പിന്നെ രാമായണം എല്ലാ ഭാഷയിലും രാമായണമുള്ള ഏക കൃതിയാണ്. എല്ലാ ഭാഷകളിലും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. അത് ഓരോരോ പേരിൽ അറിയപ്പെടുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ കമ്പരാമായണം, നമുക്ക് ഏറ്റവും രസം കേരളത്തിൽ മാപ്പിള രാമായണം, ഇതിന്റെ ഇടയിൽ ഏറ്റവും നമുക്ക് രസമായിട്ടുള്ള മാപ്പിള രാമായണം എന്ന ഇതും കൂടി നമ്മുടെ ഞാൻ വായിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടവരുമാണ്. കാണാൻ ആഗ്രഹമുണ്ട്, എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതെ, അത് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണുന്നുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാ ഭാഷയിലും ഏത് ജാതി മതസ്ഥർക്കും വായിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പം നമ്മൾ പറയും ഹിന്ദു പുരാണങ്ങൾ മുസ്ലിംസിന് ഇല്ല, അത് അങ്ങനെയൊന്നുമില്ല, ജാതി മതം മനുഷ്യനാണ് എന്നുള്ളൊരു. ഇന്തോനേഷ്യയിൽ നമ്മുടെ ആരാധനയെക്കാട്ടിലും കൂടുതൽ ഇന്തോനേഷ്യയിൽ മുസ്ലിംസ് രാമായണത്തെ ആരാധിക്കുന്നു. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ പുതിയ ഒരു കാലത്ത് നമ്മൾ മനുഷ്യരാണ്, മനുഷ്യത്വമാണ് എന്ന് പറയില്ലേ നമ്മളെ, മാനവികത ഉള്ള ആളുകളാവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. സംശുദ്ധിയുള്ള മനുഷ്യന്മാരാവുക എന്നുള്ളതാണ് രാമായണ മാസാചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലത് മാത്രമാണ് ധർമ്മം അല്ലേ, ധർമാനുഷ്ഠാനമാണ്. എന്ത് നല്ല മനുഷ്യന്മാരാവാൻ, നല്ല വൃത്തിയുള്ള മനുഷ്യന്മാരാവാൻ, സൽസ്വഭാവികളാവാൻ, ശരീരശുദ്ധിയുള്ളവരാവാൻ എന്തിന് പ്രയോഗിക്കുന്നുണ്ട്? കർക്കിടക മാസം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും ചേട്ടയെ കളയാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. കർക്കിടക മാസത്തിൽ പ്രസക്തി വായിക്കാനുള്ള, മാത്രമല്ല ശ്രീരാമൻ ജനിച്ച മാസം കൂടിയാണ്. എല്ലാ 365 ദിവസം രാമായണം വായിക്കാം. പക്ഷേ കർക്കിടത്തിൽ വായിക്കുന്നതിന് ഒരു പ്രത്യേക പുണ്യം കൂടുന്ന, വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യം കൂടും എന്നുള്ള വിശ്വാസത്തിലാണ് ഹൈന്ദവ പ്രമാണങ്ങൾ അങ്ങനെയാണ്. ഹിന്ദു വിശ്വാസം അങ്ങനെ നമ്മുടെ മിക്ക ക്ഷേത്രങ്ങളിലും വായിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഓരോ വർഷം ചെല്ലുന്നിടത്തോളം എല്ലാ ക്ഷേത്രങ്ങളിലും ഈ രാമായണ ധ്വനികൾ നമുക്ക് കേൾക്കാം. മുഖരിതമാണ്. അതെ, ക്ഷേത്ര പരിസരത്തൂടെ രാമ എന്ന് പറയുന്ന രാമമന്ത്രങ്ങളാൽ മുഖരിതമായ ക്ഷേത്ര പരിസരവും നാടും നമുക്ക് രാമായണമായിട്ടും കാണാൻ പറ്റും. രാമന്റെ ഒരു നാമം കേട്ടാൽ അതുവരെയുള്ള പാപകർമ്മങ്ങൾ നമ്മൾ മാറിയെന്നാണ് നമ്മുടെ വിശ്വാസം. അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് പരമപ്രധാനം തന്നെയാണ്, അത് തർക്കമില്ലാത്ത കാര്യം. അപ്പൊ അങ്ങ് തന്നെ പറഞ്ഞില്ലേ, കഴിഞ്ഞ 14 വർഷമായി ഞാനിത് ചെയ്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മാഹാത്മ്യം വലുതാണ്. ഒരു വ്യാഴവട്ടക്കാലത്തിലധികം ഞാനതിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. അത് തന്നെയായിരിക്കും എൻ്റെ എനിക്ക് യാതൊരു മാനസിക പ്രശ്നങ്ങളില്ല, ശാരീരിക പ്രശ്നങ്ങളില്ല. ഊർജം എനിക്ക് ലഭിക്കുന്ന ഊർജം ഈ ഭക്തി വിഷയമായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ചും കൊണ്ടും ശ്രവിച്ചും കൊണ്ടും
പറഞ്ഞുകൊണ്ടും പാടിക്കൊണ്ടും. അതെ, അതുകൊണ്ടാണ് എനിക്ക് എന്ന് എൻ്റെ പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും. ദശരഥന്റെയും കൗസല്യയുടെയും മകനായി ആണ് ശ്രീരാമചന്ദ്രൻ ജനനം. അതെ അതെ അല്ലേ? അതെ. അതെങ്ങനെയത്? അതായത് ഈ ദശരഥന് ദശരഥനും കുട്ടികളൊക്കെ കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ് ദശരഥനും കൗസല്യക്കും കൈകേയിക്കും. ദശരഥന് 3 പത്നിമാരാണ്. അപ്പോൾ ദശരഥന് പുത്രൻ ഉണ്ടായില്ല. അപ്പോൾ അതിലൊരു വളരെ ദുഃഖമാണ്. പ്രായാധിക്യം കഴിയുന്നിടത്തോളം ഇനി എൻ്റെ മരണശേഷം ഈ നാട് വായിക്കണമെങ്കിൽ എനിക്ക് പുത്രൻ വേണമല്ലോ. അപ്പോൾ എനിക്ക് പുത്രന്മാരില്ല. ആ ദുഃഖത്തിൽ എങ്ങനെ ആയിരിക്കുമ്പോഴാണ് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചത്. എനിക്ക് വസിഷ്ഠ മഹർഷിയോട് ചോദിച്ചു എന്താണ് നമുക്ക് പ്രതിവിധി. അതെ, പുത്രന്മാരുണ്ടാവുള്ളവർ. അപ്പോൾ നമുക്കൊരു യാഗം, പുത്രകാമേഷ്ടി യാഗം, അതാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ പുത്രന്മാരെ ലഭിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ വസിഷ്ഠ മഹർഷിയുടെ ഉപദേശപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്തുവാൻ തീരുമാനിക്കുകയും പുത്രകാമേഷ്ടി യാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഹോമകുണ്ഡത്തിൽ നിന്ന് ഒരു പായസം ആയിട്ട് ഒരു ദേവത പ്രത്യക്ഷപ്പെടുകയും ആ പായസം എടുത്ത് ദശരഥൻ്റെ കയ്യിൽ കൊടുത്ത് ദശരഥൻ അത് കൗസല്യയ്ക്കും സുമിത്രയ്ക്കും കൊടുത്തു. അപ്പോൾ കൈകേയി ആ സമയത്ത് ആ സ്ഥലത്ത് ഉണ്ടാവാത്ത കാരണം അത് കഴിഞ്ഞ് വരുമ്പോഴാണ് കൈകേയി വരുന്നത്. കൈകേയി വരുമ്പോൾ കൗസല്യയുടെ കയ്യിലുള്ളതിൻ്റെ പകുതി കൈകേയിക്കും കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ സുമിത്രയും തനിക്ക് കിട്ടിയ പകുതി കൊടുത്തു, കൈകേയിക്ക് കൊടുത്തു. അത് ആ പായസം കഴിച്ചതിൻ്റെ ഫലത്തിൻ്റെ വിശ്വാസത്തിലാണ് കൈകേയിക്ക് കൗസല്യയ്ക്ക് ഒരു പുത്രനും സുമിത്രയ്ക്കും ഒരു പുത്രനും കൈകേയിക്ക് 2 പുത്രന്മാരും ജനിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ഭരതസത്ത്. പിന്നെ കൗസല്യ കൊടുത്ത പായസത്തിൻ്റെ ആ അംശം കൊണ്ടായിരിക്കാം ശ്രീരാമനോട് കൈകേയിയുടെ പുത്രനായിട്ടുള്ള ലക്ഷ്മണൻ എപ്പോഴും ശ്രീരാമൻ്റെ കൂടെയും മറ്റേ ശ്രീരാമ ലക്ഷ്മണന്മാർ എന്നാ പറയുക. ശ്രീരാമന്റെ കൂടെ സദാ നിഴൽ പോലെ നടക്കുന്നതാണ് ലക്ഷ്മണൻ. വളരെ ജ്യേഷ്ഠൻ എന്ത് ആവശ്യപ്പെടുകയും ലക്ഷ്മണൻ ഏത് സമയം ഉണ്ടാവും, സദാ കാവൽ പോലെ, നിഴൽ പോലെ. അതുപോലെ അത് മനുഷ്യന്റെ ഒരു വലിയ മനുഷ്യന്മാർക്ക് ഒരു പ്രചോദനമാണത്. തന്റെ നിഴൽ പോലെ നിൽക്കുന്ന ആളുകൾ. ഇതൊക്കെ ഓരോ നിമിത്തങ്ങളാണ്. എന്നുവെച്ചാൽ രാജവാഴ്ച ഭരതൻ ശ്രീരാമനെ പിന്നെ രാജാവായി വാഴിക്കണം എന്നുള്ള ആലോചിച്ച് ആ സമയത്ത് ഭരത ശത്രുഘ്നന്മാർ അമ്മാവിൻ്റെ വീട്ടിലേക്ക് പോകാനും ഒരു നിമിത്തമായി ആ സമയത്താണ് ഇവിടെ രാജവാഴ്ചയ്ക്ക് പ്ലാൻ ചെയ്തു വന്നത്. അപ്പോൾ അതൊക്കെ ഓരോ നിമിത്തങ്ങളായിട്ട് നമുക്ക് ആ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. അതായത് മനുഷ്യൻ്റെ സകലമാന വിഷയങ്ങളും രാമായണത്തിൽ കടന്നു പോകുന്നുണ്ട്, രാമായണത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. രാമായണം വായിച്ചാൽ ഒരു പ്യൂരിഫൈഡ്, ശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായി പുറത്തു വരുന്ന വായിച്ചാൽ വായിക്കുന്ന മനുഷ്യൻ ശുദ്ധം ചെയ്യും, കേൾക്കുന്ന മനുഷ്യർ ശുദ്ധീകരിക്കും, ഓരോ ജീവജാലങ്ങളും ശുദ്ധീകരിക്കും. അതെ, അങ്ങ് പറയാറില്ലേ, ജീവജാലങ്ങൾ മുഴുവൻ ഒന്നും വേണ്ട, സർവചരാചരങ്ങളിലും നമ്മള് രാമമന്ത്രങ്ങൾ ജടായു എന്ന പക്ഷി ജടായുവിൻ്റെ മരണം അല്ലെങ്കിൽ ജടായു മരിച്ച് ഉദകക്രിയ പുല്ലിന്മേൽ നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ചെയ്യുന്ന ചിത കൂട്ടി അതിൽ ദഹിപ്പിച്ച് ഉദകക്രിയകളെല്ലാം ചെയ്ത് ശ്രേഷ്ഠനായ ജടായുവിന് മോക്ഷം കിട്ടി. അങ്ങനെ എല്ലാം ആ തത്വത്തിൽ കൂടെ പോകുന്ന ഒരു ഗ്രന്ഥമാണ് രാമായണം. പിന്നെ വാനരനാണ് നമ്മൾ ഹനുമാൻ. ഹനുമാൻ്റെ നെഞ്ച് പിളർന്നാൽ, നെഞ്ച് തുറന്നു കാണിച്ചാൽ ശ്രീരാമനും അവിടെ ആണ് ഉള്ളത്. അതെ, ഏറ്റവും വലിയ ശ്രീരാമഭക്തൻ ഹനുമാനാണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യം. സദാസമയവും ശ്രീരാമന്റെ നാമം ജപിക്കുന്ന ഒരു വലിയ ഭക്തനാണ് അല്ലേ? അതുകൊണ്ടാണ് ആളുകൾ ഹനുമാനെയും ശ്രീരാമന്റെ കൂടെ അതേ പ്രാധാന്യം ഹനുമാൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഭക്തന്മാർ ഹനുമാൻ ക്ഷേത്രങ്ങളൊക്കെ
വളരെയധികം ഇത് ചെയ്യേണ്ട. ശ്രീരാമൻ്റെ ക്ഷേത്രം എവിടെയുണ്ടോ അവിടെയെല്ലാം ഹനുമാന്റെ പ്രതിഷ്ഠകളും എല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ ഹനുമാനെയും ഒരേ സമയത്ത് ശ്രീരാമനെ ഭജിക്കുന്നതോടൊപ്പം തന്നെ ഹനുമാനെയും നമ്മൾ ഭജനയിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത്, ഇപ്പോൾ ഞാൻ ചോദിക്കാൻ ഒരു വിട്ടുപോയ കാര്യം, ദീർഘകാലം കഴിഞ്ഞ് 15 വർഷക്കാലം ഇന്ത്യൻ എയർഫോഴ്സിൽ ഓഫീസറായി ജോലി ചെയ്തു, സർജൻ്റായിട്ട് റിട്ടയർ ചെയ്തു, സർജൻ്റായിട്ട് റിട്ടയർ ചെയ്തു. ആ ജീവിതം എങ്ങനെയായിരുന്നു? എയർഫോഴ്സിൽ ചേർന്നു. അന്ന് ചൈന വാറിൻ്റെ സമയമാണ്. 1962 ഞാൻ ജോയിൻ ഇന്ത്യ ചൈന വാർ. ആ സമയത്താണ് ജോയിൻ ചെയ്തത്. കാൺപൂർ വെച്ചാണ് എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. ഒരു വർഷം ട്രെയിനിങ്. ഞാൻ ടെക്നിക്കൽ ഇതാണ്. അപ്പോൾ ഫീൽഡിൽ നമ്മൾക്ക് ബാക്കി ബാക്ക് സപ്പോർട്ടുകൾ ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. എയർക്രാഫ്റ്റ് വരുമ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് ഓരോ ട്രേഡ്സിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ഓരോ ടെക്നിക്കൽ സപ്പോർട്ട് ഉണ്ട്. പ്ലെയിൻ യുദ്ധവിമാനങ്ങൾ ഇറങ്ങുന്നതും പൈലറ്റിനുള്ള കാര്യങ്ങളും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതെല്ലാം കൊണ്ട് നമ്മൾ കൂടുതൽ പരസ്യമായിട്ട് തന്നെ സെക്യൂരിറ്റി പോയിന്റ് ഓഫ് വ്യൂ അതൊന്നും വേണ്ട. ദീർഘകാലം സർവീസ് ചെയ്തു. അത് കഴിഞ്ഞ രാജ്യസേവനം ചെയ്ത ആളെ നിലയ്ക്കാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം കഴിഞ്ഞ 65 വീണ്ടും വന്നു. പിന്നെ 71 പാകിസ്ഥാനായിട്ടുള്ള 3 വാറിലും പങ്കെടുത്തു. ഞാനൊരു സല്യൂട്ട് ചെയ്യട്ടെ. അയ്യോ, യെസ്, ഐ സല്യൂട്ട് യു. കാര്യം എനിക്ക് റെസ്പെക്ട് തോന്നുന്നു. 3 വാറിലും ഞാൻ പങ്കെടുത്തു. 3 യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു വലിയ മനുഷ്യൻ. അതിന്റെ എല്ലാ അവാർഡുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. പതക്കങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ വീട്ടിൽ ചെന്ന അലമാറയിൽ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 3 യുദ്ധങ്ങളിൽ പങ്കെടുത്തതിന് എയർ മാർഷലിന്റെ അടുത്തും അല്ലെങ്കിൽ എയർ കമാൻഡർ, ക്യാമ്പ് കമാൻഡർ, ബറ്റാലിയൻ കമാൻഡർ, ഗ്രൂപ്പ് കമാൻഡർ, ഗ്രൂപ്പാന്ന് പറയാ. എയർഫോഴ്സിന് അതാണല്ലോ. എയർഫോഴ്സിൽ അങ്ങനെയാണ്. യൂണിറ്റ് കമാൻഡ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് കൂടുതൽ. എന്തായാലും എനിക്കൊരു അത്ഭുത വിവരമാണ്. അങ്ങ് 82 വയസ്സായി പ്രേക്ഷകരെ. ഈ 82 വയസ്സിനകത്ത് അദ്ദേഹം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത് 3 യുദ്ധങ്ങളിൽ, ഇന്ത്യ ചൈന വാർ, ഇന്ത്യ പാകിസ്ഥാൻ വാർ, ദെൻ ഇന്ത്യ പാകിസ്ഥാൻ രണ്ടാമത്തത്, 2 പാകിസ്ഥാൻ വാറിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇന്ത്യ ചൈന യുദ്ധത്തിലും ഒരു ചൈന യുദ്ധത്തിലും പങ്കെടുത്തിട്ടുള്ള ഒരു ധീരനായ രാഷ്ട്ര സേവകൻ, രാജ്യസേവകൻ, പട്ടാള ഇന്ത്യൻ എയർഫോഴ്സിലെ റിട്ടയർഡ് ചെയ്ത മനുഷ്യനാണ് സ്ഥിരമായ രാമായണ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടരാം. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് അതിലിടയ്ക്ക്. റിട്ടയർ ചെയ്തതിന് ശേഷം എലിപ്പത്തായം ആ പെട്ടി പിടിച്ചിട്ട് റിട്ടയർ ചെയ്തതിൻ്റെ ശേഷം ഈ നാട്ടിൽ, അതായത് നമ്മുടെ കേരളത്തിലധികവും എനിക്ക് കൂടുതൽ ഫ്രണ്ട്സുകളും കൂടുതൽ എല്ലാവരും കിട്ടുന്നത് ഈ വിഷ്വൽ എഡ്യൂക്കേഷൻ്റെ ഒരു വിങ്ങായിട്ട് കേരള ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി. അതെ, കേരള ഫിലിം ചിൽഡ്രൻസ് സൊസൈറ്റിയിലെ വിഷ്വൽ ട്രെയിനറായിട്ട് സ്കൂളുകളിൽ എല്ലാ സ്ഥലത്തും പെട്ടിയും തൂക്കി ചലച്ചിത്ര പ്രവർത്തനം നടത്തിയൊരു കാലവും ആർക്കുണ്ട്? രാജഗോപാലൻ സാറിനുണ്ട്. തുടരാം. നമ്മുടെ ചെർപ്പശ്ശേരി ഹൈസ്കൂളിലടക്കം ഞാൻ പഠിച്ച സ്കൂളിലാണ്. ഞാൻ ചെർപ്പശ്ശേരി ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടെ ഫിലിം ഷോ ഞാൻ പലപ്പോഴും നടത്തിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലെ മിക്ക സ്കൂളിലും ചലച്ചിത്ര പ്രദർശനം. അന്ന് TV വീടുകളിൽ അധികം ചുമരുമ സ്ക്രീൻ വെച്ചിട്ട് താൽക്കാലിക സ്ക്രീൻ പ്രൊജക്ടർ വെച്ച് അന്ന് അത് നല്ല പ്രാധാന്യമായിരുന്നു. കുട്ടികൾക്ക് വിജ്ഞാനപ്രദമായിട്ടുള്ള സിനിമകൾ ഗാന്ധി സിനിമ കാണിച്ചിട്ടുണ്ട്. ഗാന്ധി. പിന്നെ ഓഡിയോ വിഷ്വൽ എഡ്യൂക്കേഷൻ്റെ ചലച്ചിത്ര ഷോർട്ട് ഫിലിംസ്, പല ഈ പക്ഷികളുടെ കാര്യങ്ങൾ, ചെടികളുടെ കാര്യങ്ങൾ, മൃഗശാലകളുടെ ഫോട്ടോകള്, ചെറിയ ചെറിയ കഥകളായിട്ടുള്ള ഷോർട്ട് ഫിലിംസ്. അതിന് ഷോർട്ട് ഫിലിംസ് പറയാം. അത് 40 മിനിറ്റ് 35 മിനിറ്റ് അങ്ങനത്തെ ഒരു പദ്ധതി. പിന്നെയാണ് നമ്മുടെ ദീർഘവീക്ഷണമുള്ള 3 മണിക്കൂറിൽ. അപ്പോൾ സ്കൂളുകാർ ആവശ്യപ്പെടും ചലച്ചിത്രം, സിനിമ നോക്കൂ. പ്രിയപ്പെട്ട അധ്യാപകരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഓർക്കണം, ഒരു 30 വർഷത്തിന് മുന്നേ നടക്കുന്ന കാര്യങ്ങളാണ്. 30-35 വർഷമായില്ലേ? 35 വർഷങ്ങൾക്ക് മുന്നേ പെട്ടിയും തൂക്കിയൊരു മനുഷ്യൻ
സ്കൂളിൽ റെസോ സിനിമകൾ പ്രദർശിപ്പിക്കാൻ വന്നിരുന്നു. ആ വന്നിരുന്ന മനുഷ്യൻ്റെ പേരാണ് രാജ്ഭവൻ രാജഗോപാലൻ സാറ്. സർക്കാരിനുള്ള വോട്ടേഴ്സ് ഉണ്ടായിരുന്നു. DP-യുടെ എല്ലാ സ്കൂളിലും ഈ ചലച്ചിത്രങ്ങൾ, വിജ്ഞാനപ്രദമായ ചലച്ചിത്രങ്ങൾ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അത് ചിൽഡ്രൻസ് വിഷ്വൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട്. ഇന്നൊക്കെ ഒന്ന് ആലോചിക്കുമ്പോൾ പോലും നമുക്കതില്ല. അന്നൊക്കെ ചെറിയ ചെറിയ നിസ്സാര പൈസയാണ്. അന്ന് പ്രൊജക്ടർ 5 പൈസ 1 പൈസ. അന്ന് പ്രൊജക്ടർ തൊടാൻ അല്ലെങ്കിൽ പ്രൊജക്ടർ എന്താണ് അറിയില്ല, എങ്ങനെയാണ് ഓടിക്കുക. എത്രയോ കുട്ടികൾ എൻ്റെ അടുത്ത് വന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവരൊക്കെ എന്നെ ആ ഒരു ബഹുമാനം, ഞാൻ അതുകൊണ്ടാണ് ഞാനത് നേരിട്ട് കണ്ട ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ബിജു പന്തീരുകുലം അടക്കം ഞാൻ പ്രൊജക്ട് ചെയ്യുമ്പോൾ പ്രൊജക്ടറിൻ്റെ അടുത്ത് വരികയും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിക്കാണുകയും എന്നോട് ചോദിക്കുകയും ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം അത് ഞാൻ കാണിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളെല്ലാം ഇന്നിപ്പോൾ അവർ വളരെ വളർന്നു വന്നു, കാലങ്ങൾ മാറി വരികയാണ്. ഞാനിപ്പോൾ അങ്ങയുടെ ഈ ഒരു ജീവിത സബരിയ, ഈ ജീവിതയാത്രയിൽ രാമായണ മാസത്തിൻ്റെ പ്രസക്തി വായനക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ. അത് രാമായണം രാമായണം വായിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് അതൊരു കഥയായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. നല്ലൊരു കഥയാണ്. ഒരു രാജാവിൻ്റെ കഥ, 4 പുത്രന്മാരുണ്ടാവുക. ആ 4 പുത്രന്മാരെ ജനനം, പിന്നെ രാക്ഷസ രാവണൻ ദുർമതം ചെയ്ത് അങ്ങോട്ട് സേതുബന്ധനം, ആ ലങ്കയിലേക്ക് പോയി. അങ്ങനെ ഒരു കഥാവിഷ്കരണത്തോടു കൂടി അതിനെ ചിത്രീകരിക്കാം. പിന്നെ ഭക്തി വിഷയമായിട്ട് അതിൽ ഒരുപാട് കാര്യങ്ങൾ. അതിലൊക്കെ അഹല്യ കല്ലായി കിടന്ന അഹല്യ, എത്രയോ ഓരോരോ കാര്യം നമുക്ക് ആലോചിക്കാം. എത്രയോ കാലം മുമ്പേ ഇങ്ങനെ ഗൗതമ മഹർഷിയുടെ ഒരു ഭാര്യയായിരുന്നു. ചില തെറ്റിദ്ധാരണകൾ വന്നു. സ്ത്രീകളല്ലേ, സ്ത്രീക്ക് ചില ചിന്തകൾ ആ പരിണത ഫലമായിട്ട് ആണ് ശിലയെ മാറിയത്. അത് എത്രയോ കാലം മുമ്പേ ആ ശില ശ്രീരാമൻ വന്ന് പാദസ്പർശം ചെയ്തപ്പോൾ പുണ്യമായി എത്രയോ മനോഹരമായിട്ട് ജന്മങ്ങൾ അത് കഴിഞ്ഞു വന്നു. അങ്ങനെ നമുക്ക് ഓരോരോ കഥയെ വീക്ഷിച്ചാലും ജടായു പക്ഷി, ആ പക്ഷിക്ക് മോക്ഷം, അങ്ങനെ ഇതെല്ലാം എന്തായാലും പ്രേക്ഷകരുടെ ഇപ്പം നമ്മളിത് കാണുന്ന കുട്ടികളും വീട്ടുകാരൊക്കെ ഉണ്ടാവും, അമ്മമാര്, സഹോദരിമാര്, ചേട്ടന്മാര് ഒക്കെ ഉണ്ടാവും. അവരോട് പറയാനുള്ളത് ഇത് വായിക്കാൻ തന്നെയാണ് അല്ലേ? അതെ അതെ, വായിക്കാൻ, രാമായണം വായിക്കണം. പിന്നെ അതിൽ തന്നെ മറ്റൊരു ഇതുണ്ട്, നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും പശികടും വ്യസനങ്ങൾ തീരും. അതെ, നാരായണ എന്ന് സദാ ജപിച്ചാൽ പാപം കെടും പശികടും വ്യസനങ്ങൾ തീരും. പാപമോചനത്തിന് ഏറ്റവും നല്ല മാർഗമാണ് എന്നാണ് രാജഗോപാലൻ സാറ് പറയുന്നത്. പക്ഷേ നമുക്ക് ഞാൻ ചോദിക്കുക, അങ്ങയുടെ കുടുംബം, ഭാര്യ? എൻ്റെ ഭാര്യ വീട്ടമ്മയാണ്. എന്താ പേര്? എൻ്റെ ഭാര്യയുടെ പേര് രാധാദേവി. അവരുടെ വീട് കല്ലുവഴിയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ പ്രസിഡന്റ്. മക്കൾ എത്ര പേരാ? മക്കൾ 3 പേരാണ്. മൂത്ത മകള് ടീച്ചറാണ്, ടീച്ചറാണ്. താനിക്കുന്ന ഹൈസ്കൂൾ ബീന താനിക്കുന്ന ഹൈസ്കൂളിൽ LP സ്കൂളിൽ ബീന ഹെഡ്മിസ്ട്രസ്സായി താനിക്കുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഇന്നും HM ആണ്, താനിക്കുന്ന സ്കൂളിലാണ്. പിന്നെ മറ്റൊരു മകൾ കവയിത്രിയാണ്, രഞ്ജിനി നായർ. അതവൾ കുട്ടിക്കാലത്ത് ചില നല്ല മൂളിപ്പട്ടുപാടിമാരി കവിതകളൊക്കെ എഴുതി തുണ്ടായിട്ടിരുന്നപ്പോൾ ഞാൻ അതിനെയൊക്കെ കോർത്തു വെച്ചു. വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, നിനക്ക് ഒരു കവിത വീണ്ടും അവളിങ്ങനെ അവൾ ഡൽഹിയിൽ പോയി അതിൻ്റെ നാം വിട്ടു നിന്നിരുന്നു. പിന്നെ തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് കവിതയിലേക്ക് വന്നത്. അങ്ങനെ അവളുടെ ഭാവനാത്മകമായിട്ടുള്ള ചില കവിതകൾ ഉണ്ടാവുകയും അങ്ങനെ നമ്മൾ ബിജുമോനായിട്ട് ഞാൻ ബന്ധപ്പെടുകയും ബിജുമോൻ്റെ ആ പരിശ്രമ ഫലമായി അതൊരു പുസ്തക രൂപേണ പബ്ലിഷ് ചെയ്ത് ഇന്നിപ്പോൾ അത് ഒരുപാട് ആൾക്കാരെ കയ്യിലെത്തിയിട്ടുണ്ട്. അവർ വെച്ചിട്ടുണ്ട്. രഞ്ജിനി നായർ മകൻ ബോംബെയിൽ, അവൻ ഉൾക്ക അഡ്വർടൈസ്മെന്റ് കമ്പനി, ഒരു ബിസിനസ്. രതീഷ് ബാബു എന്നാണ് വിളിക്കുന്നത്. ജയേന്ദ്രൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ വൈസ് പ്രസിഡന്റാണ്. പിന്നെ ബാക്കി പിന്നെ ഹോസ്പിറ്റലിൽ ഫാർമസിസ്റ്റ് ആയിരുന്നു, റിട്ടയർഡാണ്. പിന്നെ സാംസ്കാരിക ബന്ധങ്ങളിൽ
എന്തായാലും ഉത്തമ സുഹൃത്തും. അതെ 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 എന്തായാലും നമ്മോട് കുറച്ചു നേരം നമ്മുടെ പ്രിയപ്പെട്ട രാജഗോപാലൻ സാറ് ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾ, പ്രസിദ്ധ കഴിഞ്ഞ 14 വർഷമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാമായണ പാരായണം ചെയ്യുന്ന നല്ലൊരു ഭക്തനും നല്ലൊരു രാജ്യസ്നേഹിയുമായ രാജഗോപാലൻ സാറെ പടവുകളിലേക്ക് കിട്ടിയതിൽ വലിയ സന്തോഷവും നന്ദിയും രേഖപ്പെടുന്നു. നന്ദി സാർ, നന്ദി. താങ്ക് യു.